ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു. ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും. ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക, ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവം തരും. ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും. നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ലൈഫ് ബ്ലെസ്ഡ് ആകട്ടെ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. കുഞ്ഞെ, ഒരു ദേശത്ത് കൺവെൻഷൻ നടത്തുവാൻ കഴിഞ്ഞ 2015 മാത്രം ഞങ്ങൾ അടിച്ച നോട്ടീസിൻ്റെ എണ്ണങ്ങൾ ഞങ്ങൾ നോക്കി. 80-ലധികം കൺവെൻഷനുകൾ നോട്ടീസ് അടിച്ച് കഴിഞ്ഞ വർഷം നടത്തി. എന്തിനാ? വചനം കൊടുക്കുക. ഇനി ഞങ്ങൾ എപ്പോഴും പറയും TV മാധ്യമ വചനത്തിന് ഏറ്റവും ബെസ്റ്റ്. അതിൻ്റെ കാരണം പറയാം. സ്തോത്രം. 2 ലക്ഷം രൂപ മുടക്കി ഒരു കൺവെൻഷൻ നടത്തിയാൽ 500 പേര് കേൾക്കുമെങ്കിൽ ഒരു TV ശുശ്രൂഷ ലക്ഷങ്ങൾ വചനം കേൾക്കും. ശ്രദ്ധിക്കണം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. ഇവിടെ നിൽക്കുക ഒരു പെങ്കൊച്ച്, സ്തോത്രം, ഒരു വചനം ചുമ്മാ എറിഞ്ഞാച്ച് അവള് പിന്നെയും തൂക്കുക. ഈ വചനം നയമാന്റെ വീട്ടിനകത്ത് കിടന്ന് പൊട്ടിത്തെറിക്കുക. ഒരാമീൻ പറഞ്ഞാട്ട്. നയമാൻ കൊട്ടാരത്തിലോട്ട് ചെന്നു. രാജാവിനോട് പറഞ്ഞു, ഒരു ലെറ്റർ തരണം. എന്താ ലെറ്ററിന്റെ രഹസ്യം? സ്തോത്രം. ഞങ്ങളുടെ വീട്ടിൽ വന്ന് എൻ്റെ ഉടുപ്പ് നനയ്ക്കുന്ന പെങ്കൊച്ചു പറഞ്ഞു, കുഷ്ഠം മാറ്റുന്ന ഒരു പ്രവാചകൻ അവിടെ ഉണ്ടെന്ന്. കുഞ്ഞെ, നീ ഒരു വചനം കൊടുത്താൽ അത് എത്തേണ്ടിടം വരെ എത്തിക്കും ദൈവം. വചനത്തിന്റെ ശക്തിക്കായി സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയാം, നീ കൊടുക്കുന്ന വചനം ചില അത്ഭുതത്തെ വിളിച്ചു വരുത്തട്ടെ. നീ കൊടുക്കുന്ന വചനം ചില വിടുതലിനെ വിളിച്ചു. നമുക്ക് ആ രാജാക്കന്മാരുടെ പുസ്തകത്തിലോട്ട് പോവാം. ഹല്ലേലൂയ. എനിക്ക് അവിടുന്ന് പോരാൻ മനസ്സ് വരുന്നില്ല. ഹല്ലേലൂയ. അവിടോട്ട് ഓടിപ്പോകാം. കർത്താവിന്റെ സ്തോത്രം. അടുത്ത വാക്യം കൂടെ വായിച്ചേ. യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്ന് തന്റെ യജമാനനോട് ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്തു തരാമെന്ന് അരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. അവൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ എഴുത്തും കൊണ്ട്. നയമാനാണേലും അവൻ പോയപ്പം വെറും കയ്യോടെ പോയില്ല. അവൻ എന്നൊക്കെ കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളി 10 താലന്ത് വെള്ളി 6000 ശേക്കൽ പൊന്ന് 6000 ശേക്കൽ പൊന്ന് 10 കൂട്ടം വസ്ത്രവും എടുത്ത് 10 കൂട്ടം അത് കൊടുക്കാനല്ല, അവൻ ഇടാനാ. മണിക്കൂർ വെച്ച് മാറുണ്ടായോ? 10 കൂട്ടം വസ്ത്രം
അവൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ എഴുത്തും കൊണ്ടുവന്നു. അതിൽ ഈ എഴുത്ത് കൊണ്ടുവരുന്ന എന്റെ ഭൃത്യൻ നയമാന്റെ കുഷ്ഠരോഗം നീ മാറ്റി കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരുന്നു. അടുത്തത്, ഇസ്രായേൽ രാജാവ് എഴുത്ത് വായിച്ചപ്പോൾ വസ്ത്രം കീറി. ഇങ്ങോട്ട് നോക്ക്. എഴുത്ത് കൊടുക്കേണ്ടവനല്ല കൊടുത്തത്, കൊടുക്കത്താത്തതിന് കൊടുത്ത വസ്ത്രമൊക്കെ തന്നെ വലിച്ചു കീറും അവൻ. ഞങ്ങളുടെ ഇടയിൽ ഒരു രാജാവുണ്ടെന്നല്ല പറഞ്ഞേ, ഞങ്ങളുടെ ദേശത്തൊരു പ്രവാചകനുണ്ടെന്നാ പറഞ്ഞു. ഒരാമീൻ പറഞ്ഞാട്ട്. അടുത്തൂടെ കേട്ടെ. അവൻ ഇതാ കുഷ്ഠരോഗം മാറ്റി കൊടുക്കേണ്ടതിന് ഒരാളെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? രാജകൊട്ടാരത്തിൽ വലിയ പ്രശ്നം, ഒറ്റ വചനമാ വലിയ പ്രശ്നം സൃഷ്ടിക്കുക. രാജാവ് പറയുക, എടാ ഉയർപ്പിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ ഞാൻ എന്നാടാ ദൈവമാണോ? ഇവൻ യുദ്ധത്തിന് കാരണം അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അടുത്തത് നോക്കുവേൻ, അവൻ ഇതിനാൽ എന്നോട് ശണ്ടയ്ക്ക് കാരണം അന്വേഷിക്കല്ലയോ എന്ന് പറഞ്ഞു. അടുത്തത്, ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലീശ കേട്ടപ്പോൾ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. ഇങ്ങോട്ട് സത്യക്ക് ഇനി ദൂത് തുടങ്ങുക. രാജാവിന്റെ അടുക്കൽ നാട്ടിൽ അറിഞ്ഞു രാജാവ് രാജവസ്ത്രം വലിച്ചു കീറിയെന്ന്. ഒരു കൊച്ചു പെങ്കൊച്ചിട്ടു കൊടുത്ത വചനമാണ്. എവിടെ എത്തി? നീ എന്താ വചനത്തെ കുറിച്ച് വിചാരിച്ചേ? ഒരു കൊച്ചു വാക്യം അകത്ത് കയറിയ അത് സ്ഫോടനം ഉണ്ടാക്കും. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ വാക്യം പറയട്ടെ, നിന്റെ അപ്പം വെള്ളത്തിന്മേൽ എറിയുക. എറിഞ്ഞത് ഒരു രാജ്യത്ത്, ഗ്ലോറി, അത് ഒഴുകുക അടുത്ത രാജ്യത്തേക്ക്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. പറഞ്ഞത് വീട്ടിലാ, കൊട്ടാരത്തിലെത്തി അടുത്ത രാജ്യത്ത് വരെ എത്തി വചനം. ഇനി തിരിച്ചു വരാൻ പോവാ. അടുത്ത കേട്ടോണം. വായിച്ചേ. അവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടെന്ന് അവൻ അറിയുമെന്ന് പറയും. എലീശ കാര്യം അറിഞ്ഞപ്പോഴേ ഒരു ഭൃത്യനെ വിട്ടേച്ച് പറഞ്ഞു, രാജാവേ, അവന്റെ വണ്ടി അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വിട. ഇവിടെ വന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടെന്ന് അവൻ അറിയും. അടുത്തത്, അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടെ എലീശയുടെ വീട്ടുവാതിക്കൽ വന്നു നിന്നു. എലീശ ആളയച്ചു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെ ആയി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. അടുത്തത്, അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. ഇങ്ങോട്ട് നോക്ക് പറയാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്വീകരണം കിട്ടിയില്ലെങ്കിൽ നമ്മളാരും വിടുകയില്ല. നയമാൻ രാജപരിപാലങ്ങളോടെ ഏലീശയുടെ വീട്ടുമുറ്റത്ത് വന്നപ്പോ ഏലീശ ചെന്ന് കൈകൂപ്പി സ്വീകരിക്കുമെന്നാ വിചാരിച്ചേ. ഒരു ഭൃത്യനെ വിട്ട് പറഞ്ഞു, അവൻ പോയി 7 വട്ടം മുങ്ങി വെച്ച് വീട്ടിൽ പോക്കോളാൻ പറഞ്ഞ കാര്യത്തിന് വിടുതലാന്ന്. അതാ പ്രവാചക അധികാരം. ഒരാമീൻ പറഞ്ഞാട്ട്. പണത്തിന് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നതല്ല ശുശ്രൂഷ. ഒരാമീൻ പറഞ്ഞാട്ട്. ഒരു വ്യക്തിയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നതല്ല ശുശ്രൂഷ. അവനോട് വിളിച്ചു പറയുന്നു, പെങ്കൊട്ടിയിട്ട വചനം ഇതാ അവിടെ രാജ്യത്ത് നിറവേറുകയാ. ഒരു വചനം ചെയ്ത പ്രവൃത്തി കണ്ടോ? എവിടൊക്കെ പോയത്? എന്റെ പ്രസംഗ ഭാഷ പറഞ്ഞ ഇങ്ങനെ 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 തുളച്ചു കയറി തിരിച്ചു വരിക. തിരിച്ചു വരും. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാവേ, നീ ഇട്ട വചനം നിന്റെ കുഞ്ഞിന്റെ ലൈഫിൽ തിരിച്ചു വരും. ആ വചനം ഒരു അത്ഭുതമായി റിട്ടേൺ വരും. അത് ഫലത്തെ കൊണ്ടുവരും. മാതാപിതാക്കളോട് പറയാം, നിന്റെ കുഞ്ഞുങ്ങളെ വചനത്തിന് വേണ്ടി നിർത്തണം. നിന്റെ തലമുറയെ വചനത്തിന് വേണ്ടി നിർത്തണം. ഒരു സുവിശേഷ യോഗം നടക്കുമ്പോൾ ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്, സഭ ഒന്നിച്ചിറങ്ങി നിൽക്കണം. ഒരു ദേശം പിടിക്കാൻ പോകുമ്പോൾ സഭ ഒന്നിച്ചിറങ്ങി നിൽക്കണം. അതിന്റെ രഹസ്യം എന്താ? സഭ ഒരു ദേശം പിടിക്കാൻ പോവുക. ഒരു ആമീൻ പറഞ്ഞാട്ട്. അടുത്ത 40 ദിവസത്തെ പ്രാർത്ഥന ഇവിടെ തീരുന്നതിന് മുമ്പ് വചനം ചില വീടുകൾക്കകത്ത് അത്ഭുതം ചെയ്യട്ടെ. വചനം ചില തലമുറ മേൽ വിജയം തരട്ടെ. ഇന്ന് മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് നീ എറിഞ്ഞ ചില വചനം തിരിച്ചു വരട്ടെ. എന്റെ ചിന്ത പറയുക, നയമാൻ വന്ന ബെൻസ് കാറിന്റെ ഡോറൊക്കെ കയറി വലിച്ചടച്ചു. വിടറാ വണ്ടി എന്നൊക്കെ പറഞ്ഞു. വൃത്യന്മാര് എന്നെ കൈ കോപ്പിട്ട് പറഞ്ഞു, ദയവായിട്ട് കോപിക്കല്ലേ, വളരെ ചെറിയൊരു കാര്യമല്ലേ പറഞ്ഞേ.
ഒരു 7 വട്ടം മുങ്ങിയാ പോരാ, ചിലരെയൊക്കെ മുക്കാൻ വരുന്ന പാട്. കുഷ്ഠമായാലും മുങ്ങുകയില്ല. ഗ്ലോറി, 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 ഗ്ലോറി. അങ്ങോട്ട് വരട്ടെ, വരിക. അടുത്ത വാക്യം ഇവിടെ നിന്ന് വായിച്ചേ. നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കാം, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്ത് നിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന് മീതെ ആട്ടി, ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതാ പ്രശ്നം. വേണമെങ്കിൽ എന്നോട് കേട്ടോ. കുഷ്ഠമുള്ളവനെ വിളിച്ച് അടുക്ക നിർത്തി, അതിനെ ആട്ടി ശാസിച്ച് ഫൽസിച്ച് ബന്ധിച്ച് വലിപ്പമുള്ളൊരു കവറും കയ്യിലോട്ട് കൊടുത്ത് വാങ്ങിച്ചേച്ച് സന്തോഷമെന്ന് പറഞ്ഞ് വിടുവെന്ന് ആര് വിചാരിച്ചേ? നിന്റെ കവറിൽ ഒതുങ്ങുന്ന പരിപാടി അല്ലിത്. ആളെ വിട്ടേച്ച് പറഞ്ഞു, 7 വട്ടം മുങ്ങിച്ച് വീട്ടിൽ പോ, നീ ഇപ്പം ജനിച്ച ശിശുവിനെ പോലാവും. ഇനിയും വേറൊരു അകത്തൂടെ, പുള്ളിയുടെ അകത്ത് വേറൊരു കെട്ടിട കിടമുണ്ട്. അടുത്ത വാക്യത്തിൽ ദമേശെക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ ക്രോധത്തോടെ പോയി. കലക്കലിനകത്ത് തന്നെ ഇറക്കണം. കുറച്ച് നദിയുടെ വേരും പഠിച്ചു പിടിച്ചോണ്ട് ഉള്ളി വന്നേക്കുക. അവിടെ ഏതൊക്കെയുണ്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞ്. അബാനയും, പിള്ളേർക്കൊന്നും വിട്ടുകളയരുത്, നദിയുടെ പേരാ. അബാനും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ല. എന്നാ അടിപൊളി വെള്ളവാ. അതിൽ കുളിച്ചാ നീ ഗതികേടുണ്ടായേ. ഇപ്പൊ എവിടാ മുങ്ങാൻ പറഞ്ഞേക്കുന്നേ? യോർദാനിൽ പോയി എത്ര വട്ടം മുങ്ങണം? 7. ഗ്ലോറി. ഒരു കൊച്ചു സൺലൈറ്റിന്റെ സോപ്പും 2.5 രൂപയുടെ ഒരു ബ്രഷും കൂടെ ഉരച്ചോണ്ടിരുന്നെ കൊടുത്ത ഒരു വചനം. കിടന്ന് കത്തുക. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയ. ഗതികെട്ട വീടിനകത്തോട്ട് വചനം എറിയ. തകർന്ന വീടിനെ നോക്കി വചനത്തെ എറിയ. വചനം പറയാ. നിങ്ങളിങ്ങനെ വണ്ടികളൊക്കെ വരുമ്പോൾ കൈവക്കും, കർത്താവ് ആ മെഡിക്കൽ സ്റ്റോറുകാരൻ രക്ഷിക്കപ്പെടട്ടെ, ആ ബിൽഡിങ്ങിന്റെ ഓണർ രക്ഷിക്കപ്പെടട്ടെ, ആ വടിയ നടക്കുന്ന ആ പാപ്പച്ചായൻ രക്ഷിക്കപ്പെടട്ടെ. അങ്ങനായി പാപ്പച്ചന്മാരും ചാക്കോമാരും ഉള്ള സമയം വന്നേ. അല്ല, ഒരു ദിവസം രാവിലെ ഗ്ലോറി വിക്ടറി വന്നിരുന്നപ്പോൾ എല്ലാവരും കൂടെ ഞാൻ അനിപുരത്തൊരു കൂട്ടായ്മ തുടങ്ങി പോയേക്കാന്ന് പറഞ്ഞതല്ല, വചനം വിട്ടതാ. പോലീസ് സ്റ്റേഷന് മുമ്പിൽ കൈവക്കി പ്രാർത്ഥിച്ചപ്പോൾ SI വന്ന് സ്നാനപ്പെട്ടു. അങ്ങനെ വേണ്ട, മിണ്ടുന്നില്ല കുഞ്ഞെ. അങ്ങനെ ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട് ഞാൻ നിന്നോട് കർത്താവിന്റെ ദൂത് വിളിച്ചു പറയാം. വചനം വാരി വിതരണം. നിന്റെ കുഞ്ഞിനെ രാവിലെ പഠിപ്പിച്ച് സ്കൂളിൽ വിടുമ്പോൾ അവന്റെ തലയെ കൈവച്ച് വചനം പറഞ്ഞു വിടണം. അത് ഫലത്തിലെത്തിയിരിക്കും. അതിനിടയ്ക്ക് എന്തൊക്കെ പ്രതിബന്ധം വന്നാലും വചനം അവനെ വിടുവിച്ചെടുത്തിരിക്കും. അടുത്ത വാക്യം കൂടെ വായിച്ചേ, അടുത്ത വാക്യം കൂടെ. അവന്റെ ഭൃത്യന്മാർ അടുത്തിയെന്ന് അവനോട്, പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നെങ്കിൽ നീ ചെയ്യാതിരിക്കുമോ? പിന്നെ അവൻ കുളിച്ചു ശുദ്ധനാക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്ര അധികം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. നീ വചനപ്രകാരം ചെയ്താൽ നിന്നെ വിടുവിക്കാതിരിക്കാൻ പറ്റത്തില്ല. $5 കോടി കടമുള്ള ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, ബ്രദറെ, നിങ്ങളുടെ കൂട്ടായ്മ പരിഹാരം ഉണ്ടോ? ഞങ്ങൾ പറഞ്ഞ പരിഹാരമേ ഉള്ളൂ. എന്നാ ചെയ്യണം? വചനം കേൾക്കണം. എവിടെയും കേട്ടാ പോരാ, ഇവിടെ കേൾക്കണം. എല്ലാം കേൾക്കരുത്, കേൾക്കേണ്ടതേ കേൾക്കാവൂ. അടുത്തോടെ വായിച്ച്. ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. ഇങ്ങോട്ട് നോക്കി, ഇനി പറയട്ടെ. അത് അങ്ങനെ 7 പ്രാവശ്യം മുങ്ങിയെന്ന് വായിച്ചു വിടേ. ഇങ്ങോട്ട് നോക്ക്, പറയാം. ആദ്യം 1 മുങ്ങി പൊങ്ങിയിട്ട് മൊത്തം കുഷ്ഠം അതുപോലെ ഉണ്ട്. മറ്റൊരു കൈ കൂപ്പിക്കുക. ഒറ്റ പ്രാവശ്യം 3. ഈ അണ്ണ ചിലരെയൊക്കെ ഒന്ന് മുക്കാൻ വരുന്ന പാടേ. 6 വട്ടം മുങ്ങിയവൻ പറഞ്ഞു, ലാസ്റ്റ് പിള്ളേർക്ക് മഞ്ച് വാങ്ങിച്ചു തരാം, 5 മിനിറ്റ് മിണ്ടായിരിക്കാൻ പറയുന്നല്ല.
പണ്ട് ഒത്തിരി സ്തോത്രം പറയുന്ന ഒരു പുള്ളിയെ പള്ളിയിൽ നിന്ന് മുടക്കി. പറഞ്ഞു പള്ളിയിലെ വലിയൊരാൾ പ്രസംഗിക്കാൻ വരുവാ. അപ്പോൾ ആൾക്കാർ എന്നിട്ട് പറഞ്ഞു, നീ ഒത്തിരി സ്തോത്രം പറയാതിരിക്കാൻ ഒരു ചെരുപ്പ് വാങ്ങിച്ചു തരാം. ഇന്ന് ചെരുപ്പുള്ള കാലമല്ല, വലിയ വിലയാ ചെരുപ്പിന്. വന്ന പ്രസംഗിച്ച് പ്രസംഗം അങ്ങോട്ട് തുടങ്ങി. യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. യേശു നിന്റെ പാപത്തെ ആഴക്കടലിൽ കുടിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ കൈ ഉയർത്തി പറഞ്ഞു, ചെരുപ്പ് വേണ്ട, ഹല്ലേലൂയ. ഇത് വചന അകത്ത് കയറിയ സ്തോത്രം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് അറിയുമെന്ന്, ഇത് സ്തോത്രം പറയുമെന്ന് അറിഞ്ഞപ്പോഴാണ് ഇപ്പൊ ആരെ ഇങ്ങോട്ട് വിടാതിരിക്കാൻ അവിടെ തന്നെ ഉണർവ് തുടങ്ങി. ആയുസ് സ്തോത്രം പറയാത്തത് ഇപ്പൊ എന്നെ സ്തോത്രമാ. രക്ഷിക്കപ്പെടണം, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, വിഗ്രഹങ്ങളെ മാറ്റണം, കൈയടിച്ച് ആരാധിക്കണം, അഭിഷേകം പ്രാപിക്കണം. ഞങ്ങളും വരുവാങ്ങ് തിരുവുള്ള ഇടപാട്. ഗ്ലോറി. വചനത്തിന്റെ പൊരുൾ തിരിഞ്ഞു കിട്ടിയവർക്കായി സ്തോത്രം ചെയ്യുക. ഞാനിവിടെ പ്രസംഗത്തിൽ ശ്രദ്ധിച്ചു കേട്ടെ, 6 വട്ടം മുങ്ങിയപ്പോ ഒരു കൂടെ ലാസ്റ്റ് നിനക്ക് വേണ്ടി ഓടാ എന്ന് പറഞ്ഞ് ഒന്നും മുങ്ങിച്ച് പൊങ്ങിയപ്പം പിന്നെ വെള്ളത്തിൽ കിടന്ന് ചാടുക. ചിലരെ ഒന്ന് മുക്കാനേ പാടുള്ളൂ, മുക്കി കിട്ടിയ പിന്നെ കാര്യം റെഡിയാ. ഓ ഹല്ലേലൂയ. എന്റെ ചിന്ത, വെള്ളത്തിൽ കടന്ന് ചാടുക നയവാൻ. ഹല്ലേലൂയ. ഇനി 10 ഉടുപ്പ് മാറണ്ട, ഒറ്റ ഉടുപ്പ് മതി. എന്റെ കുഷ്ഠം അപ്രത്യക്ഷമായി. വെള്ളത്തിൽ നിന്നുകൊണ്ട് അവൻ ആരുടെ കാര്യം ഓർക്കുന്ന പറ? ഏലിശായുടെ കാര്യം ഓർക്കോ? പറ. ആ ലൂയിസ് ഫിലിപ്പിന്റെ ഉടുപ്പേലെ സൺലൈറ്റിന്റെ സോപ്പിട്ട് ബ്രഷ് കൊണ്ട് ഒരച്ചപ്പം 2 വാക്കിക്കൊള്ളുന്ന ഒറ്റ വചനം വിട്ടതാ. തിരിച്ചവൻ വണ്ടി എടുത്തോണ്ട് പോകുന്നത് ആ കൊച്ചിന്റെ അടുക്കലേക്കാ. ഒരാമീൻ പറഞ്ഞാട്ട്, നിന്റെ അപ്പം വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിയും മുമ്പ് അത് തിരിച്ചു വരും. എന്നോട് ദൈവാത്മാവ് പറയും, ചിലതൊക്കെ റിട്ടേൺ ആകാൻ സമയമായി, തിരിച്ചു വരാൻ സമയമായി, ചിലതൊക്കെ തിരിച്ചു വരാൻ സമയമായി. ബ്രദർ സിസ്റ്റർ, വചനം തിരിച്ചു വരാൻ സമയമായി. വചനം അത്ഭുതമായി. അതെ, ഇവൻ വിശ്വസ്തന മുങ്ങിട്ട് എന്ത് ചെയ്തു? അതോടെ വായിച്ചേ. അവൻ ശുദ്ധനായി തീർന്നു. പിന്നെ അവൻ തന്റെ സകല പരിവാരവുമായി ദൈവപുരുഷന്റെ അടുക്കൽ മടങ്ങി വന്ന് അവന്റെ മുൻപാകെ നിന്നു. ഇസ്രായേലിലല്ലാതെ ഭൂമിയിൽ എങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇങ്ങോട്ട് നോക്ക്, ഗ്ലോറി. ഒരൊറ്റ പെങ്കൊച്ച് കൊടുത്ത വചനമാ. ഇവിടെ ഒരുത്തൻ കൈകൂപ്പിക്കൊണ്ട് എലീശായുടെ മുമ്പിൽ തരിക, ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവം ഇല്ലെന്ന് ഞാൻ ഇതിനാൽ അറിയുന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇന്നലെ വരെ വെള്ള സോക്സും ഇട്ട് ഫുള്ള് ടൈ വിട്ട് കഴുത്തേക്കൂടെ ഒരു സാധനം ചുറ്റി ഇതിലേക്കൂടി ഇങ്ങനെ വെക്കുന്ന തൊപ്പിയും പിടിപ്പിച്ച്, ഗ്ലോറി, ഇവിടെ ഇങ്ങനെ മുഖത്ത് വെയിലടിക്കാതിരിക്കാൻ ഷാളുമൊക്കെ പുതച്ച് കണ്ട ഒരു ഭൂതത്തെ പോലെ വന്ന പുള്ളി ഒരു ഹാഫ് സ്ലീവ് ഷർട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ നടന്നു വരിക. ജനം ചോദിക്കുക, ഇവനെങ്ങനെ ഇങ്ങനായി? ഉത്തരം, എന്നെ ഇങ്ങനാക്കിയത് ഒരു പെങ്കൊച്ചിന്റെ വായിലെ വചനമാ. ഒരാമീൻ പറയണം. ആമീൻ. ഇനി ദൂത് പറയാൻ പോ, ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആമീൻ. സ്തോത്രം. പ്രവാചകന്റെ അടുക്കൽ ചെന്നു, പിന്നെ സ്തോത്രാച്ചൊക്കെ കൊടുക്കാൻ തുടങ്ങി. പ്രവാചകൻ വാങ്ങിച്ചില്ല, അതൊക്കെ വിടുക. സ്തോത്രം. കൂടെ ഒന്ന് പുള്ളി പുറകെ പോയി, അത് വേറെ കാര്യം. ഗ്ലോറി, വിക്ടറി. അടുത്ത വാക്യം കൊടുത്ത് വായിച്ചാൽ ഏതായാലും ഇത്രയും പറഞ്ഞില്ലേ. ആകയാൽ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. ആകയാൽ അടിയന്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാനൊന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ട് അവൻ വാങ്ങിയില്ല. ഇങ്ങനെ കൈവച്ച് കുലുക്കിയിട്ടൊന്നും.
നമ്മളല്ലേ വാങ്ങിക്കുന്നവർ, ഈ പുള്ളിയോട് പറയാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ കൈ വെച്ച് കുരുക്കിയിട്ടൊന്നും കൈ മടങ്ങുന്നില്ല. ഞാൻ വാങ്ങിക്കുകയല്ല. അടുത്ത കേട്ടെ, പോവല്ലേ. അപ്പോൾ നയമാൻ, എന്നാൽ 2 കോവർ കഴുത ചുമട് മണ്ണടിയന് തരുവിക്കണമേ. അടുത്തത്, അടിയൻ ഇനി യഹോവയ്ക്കല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഹോമയാകോ ഹനനയാകോ കഴിക്കയില്ല. കൊച്ചൊരു വചനം കൊടുത്തേ ഉള്ളൂ. രക്ഷിക്കപ്പെടാനൊന്നും പറഞ്ഞില്ല, നിന്ന് രക്ഷിക്കപ്പെടുക. ഗ്ലോറി. അടുത്തൂടെ. ഒരു കാര്യത്തിൽ മാത്രമേ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. എന്റെ യജമാനൻ നമസ്കരിപ്പാൻ റിമ്മോന്റെ ക്ഷേത്രത്തിൽ ചെന്ന് എന്റെ കൈത്താങ്ങലോടെ കുമ്പിടുമ്പോൾ ഞാനും റിമ്മോന്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചു പോകുന്ന ഈ കാര്യത്തിൽ യഹോവ അടിയനോട് ക്ഷമിക്കുമാറാകട്ടെ. അവൻ അവനോട് സമാധാനത്തോടെ പോകാ എന്ന് പറഞ്ഞു. അവൻ അവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലിശയുടെ ബാല്യക്കാരൻ ഗേഹസി അരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടു കളഞ്ഞുവല്ലോ. യഹോവയാണ് ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങും. ഈ പരിപാടിയെല്ലാം നടക്കുമ്പോ മാറി നിൽക്കുന്ന അസിസ്റ്റന്റ് അവന്റെ അകത്ത് മനസ്സിൽ പറയുക, അവന് വേണ്ടായാലും വാങ്ങിച്ച് ഞങ്ങൾക്ക് തരല്ലോ. മനസ്സിൽ പറയുക, എന്നാണ് ഞാൻ അവന്റെ പുറകെ പോവും. പോക്കോ, ഈ പുള്ളി കളഞ്ഞൂടെ തിരിച്ചു പിടിക്കുകയും ചെയ്യാം. എന്നാണ് ഞാൻ വിടുകയില്ല. അടുത്ത വാക്യം കൂടെ. അങ്ങനെ അവൻ നയമാനെ പിന്തുടർന്നു. അവൻ തന്റെ പിന്നാലെ ഓടി വരുന്ന നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിറങ്ങി അവനെ എതിരേറ്റു. സുഖം തന്നെയെന്ന് ചോദിച്ചു. അതിനവൻ സുഖം തന്നെ. കാര്യം മുമ്പേ നിന്നപ്പോ ഈ പുള്ളി ഉണ്ടായിരുന്നു. ഗ്ലോറി മോഹരിയുണ്ട്. അന്ന് വിസിറ്റിംഗ് കാർഡ് കൊടുത്തായിരുന്നു. ഇറങ്ങിയപ്പം ഇനി ഏലിശായെ കിട്ടിയില്ലെങ്കിൽ അപ്പൊ ഈ നമ്പറിലോട്ടൊന്ന് വിളിച്ചൊരു SMS അടിച്ചാ മതി. ആ പുള്ളി പറയാ വരികയോ വചനമില്ലാത്തവന്റെ ഗതികേടെ. അടുത്തത് കേട്ടു. ഇപ്പോൾ തന്നെ പ്രവാചക ശിഷ്യന്മാരിൽ 2 യൗവനക്കാർ എഫ്രയീം മലനാട്ടിൽ നിന്ന് എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവും തരണമേ. കണ്ടോ, ഇവൻ ആയുസ് കളിക്കാത്ത കഥയുമായിട്ടാ പോകുന്നത്. ഇവൻ ഏത് വേഷം ഇടും. കർത്തൃസന്നിധി നിൽക്കുന്നത് നേരുള്ളവർക്ക് പറഞ്ഞേക്കുന്ന. എത്ര വിച്ചൗട്ടായിട്ട് ഞങ്ങളാരും പോകുന്നില്ല. എത്രയോ വട്ട പ്രസംഗം തെറ്റിയിട്ടുണ്ട്. ഞാനൊരു സത്യം നിന്നോട് പറയാം, നിന്നെ സാറാക്കുന്നതല്ല സഭ, നിന്നെ വളർത്തുന്ന വിശ്വാസിയാക്കുന്നത് സഭ. എന്താ പേര്? എനിക്കൊരു സാമുവൽ. എന്നാണ് സാമുവലിന് സംഭവിച്ചത്? എനിക്കിവിടെ ഒരു മുഴയുണ്ടായിരുന്നു. 3 വർഷമായിട്ട് ഇരിക്കത്തില്ല, എനിക്ക് കുനിയത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ പ്രാർത്ഥനയിൽ പൂർണ്ണമായിട്ടും ഒട്ടുമില്ല. 3 വർഷമായി. എന്താ വലിപ്പമുള്ള മഴയായിരുന്നു? ഒരു വലിപ്പം വരും. നോക്കിയേ, ഈ വലിപ്പം ഒന്ന് കാണിച്ചവരെ, ഒന്ന് കാണിച്ചു. ഈ വലിപ്പമുള്ള ഒരു മുഴ, 3 വർഷമായിട്ടുള്ള മുഴ യേശു തൊട്ടു സുഖപ്പെടുത്തി. ഞാൻ വിളിച്ചു പറയാം, യേശു ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവമാ. അവന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൈകൾ TV സ്ക്രീനിന് നേരെ നീട്ടുക. നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരഭിമുഖീകരിക്കുന്ന പ്രശ്നം, അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം. അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം. അങ്ങ് ജയാളിയായി ആമേ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം. ശാപങ്ങൾ പൊട്ടട്ടെ, പരാജയങ്ങൾ മാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ കടഭാരങ്ങൾ മാറട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം. നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ്, തൊട്ട് താഴത്തെ നമ്പറിൽ വിളിക്കുക. ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും.
പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലെസ്സിങ് ആയി മാറും. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.